1,50,000 വിശ്വാസികൾക്ക് ഊട്ടുനേർച്ച, 50 നിർധന കുടുംബങ്ങൾക്ക് ഭവനങ്ങൾ നിർമ്മിച്ചു നൽകുന്നു. ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ മഹത്തായ ഒരു മാതൃകയാണ് ഈ വീഡിയോയിൽ നാം കാണുന്നത്. വരാപ്പുഴ അതിരൂപത ചാലക്കുടി കൊരട്ടി പരിശുദ്ധ അമലോത്ഭവ മാതാ ദേവാലയം, വിശുദ്ധ അന്തോണീസിൻ്റെ തീർത്ഥാടന ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിൻ്റെയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും സംയുക്ത തിരുനാളിനോടനുബന്ധിച്ച് നടത്തുന്ന ഊട്ടുനേർച്ചയുടെ കാഴ്ചകളിലേക്കാണ് നാം കടക്കുന്നത്. നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ആയിരക്കണക്കിന് ആളുകളാണ് ഈ ദേവാലയത്തിലേക്ക് വിശുദ്ധ അന്തോണീസിൻ്റെയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും മധ്യസ്ഥം തേടി തങ്ങളുടെ ഹൃദയവികാര വിചാരങ്ങൾ പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ അന്തോണീസിൻ്റെയും സവിധത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ജീവിത പ്രാരാബ്ധങ്ങൾക്ക് പരിഹാരം തേടി മധ്യസ്ഥം യാചിച്ച് എത്തുന്നത്. അവർക്ക് ഓരോരുത്തർക്കും പരിശുദ്ധ കന്യകാമറിയവും വിശുദ്ധ അന്തോണീസും നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറച്ചിലാണ് ഈ തിരുനാൾ ആഘോഷം. ജൂൺ 11 1,50,000 വിശ്വാസികൾക്കാണ് ഈ ദേവാലയം ഊട്ട് നേർച്ച ഭക്ഷണമൊരുക്കുന്നത്. അതിൻ്റെ പാചകപ്പുരയിലെ കാഴ്ചകളിലേക്കാണ് നാം ഇപ്പോൾ കടക്കുന്നത്. ദേവാലയത്തിൻ്റെ ബഹുമാനപ്പെട്ട വികാരി ബിജു തട്ടാരശ്ശേരി അച്ഛനും സഹവികാരി നിജിൻ ജോസഫ് കാട്ടിപ്പറമ്പിലും ചേർന്ന് ഈ പച്ചക്കറി അരിയലിൻ്റെ ആശീർവാദ കർമ്മം നിർവഹിച്ചതിന് ശേഷം ഇടവകയിലെ വിശ്വാസ സമൂഹവും ഇടവക സമൂഹവും തീർത്ഥാടകരും ഒക്കെ ചേർന്ന് നടത്തുന്ന പച്ചക്കറി അരിയലിൻ്റെ കാഴ്ചകളിലേക്കാണ് നാം കടക്കുന്നത്. മഹത്തായ ഒരു കാര്യമാണ് ഈ ദേവാലയം ചെയ്യുന്നത്. 50 നിർധന കുടുംബങ്ങൾക്ക് ഭവനം നിർമ്മിച്ചു നൽകുന്നു. അതിൽ ജനപങ്കാളിത്തം, ഇടവക സമൂഹത്തിൻ്റെ പങ്കാളിത്തം, നാനാജാതി മതസ്ഥരായ ആളുകളുടെയും ഒക്കെ പങ്കാളിത്തമുണ്ട്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും ആ ഭവന നിർമ്മാണത്തിൽ പങ്കാളികളാകാം. ജീവകാരുണ്യ പ്രവർത്തനത്തിൽ നിങ്ങൾക്കും കൈകോർക്കാം. ഏതായാലും വീഡിയോയിൽ നമ്മൾ കാണുന്നത് ഈ ഊട്ടുനേർച്ചയുടെ പച്ചക്കറി അരിയുന്നതിൻ്റെ കാഴ്ചകളാണ്.
പാതുവായിലെ വിശുദ്ധ അന്തോണീസിൻ്റെയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും ഈ തിരുനാളാഘോഷത്തിൽ പങ്കെടുത്ത് നിങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കുവാനായിട്ട് എല്ലാ പ്രേക്ഷകരെയും, എല്ലാ വിശ്വാസികളെയും, നാനാജാതി മതസ്ഥരായ ആളുകളെയും വിശുദ്ധ അന്തോണീസിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും ഈ സവിധത്തിലേക്ക് വരാപ്പുഴ അതിരൂപത ചാലക്കുടി കൊരട്ടി പരിശുദ്ധ അമലോത്ഭവമാത ദേവാലയം, വിശുദ്ധ അന്തോണീസിൻ്റെ തീർത്ഥാടന ദേവാലയത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജൂൺ 11 നാളെയാണ്. എല്ലാവർക്കും ദൈവാനുഗ്രഹം ആശംസിക്കുന്നു.